കഴിഞ്ഞ ദിവസം നമ്മളൊരു അരി വർക്കിന്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിൽ കുറച്ച് പേർക്കൊക്കെ ഇത് പഠിക്കണം എന്നുള്ളത് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ 4 നീഡിലെ ഏറ്റവും കട്ടിയുള്ള നീഡിലാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത്. ബാക്കി 2 മരത്തിനുള്ളത് നമ്മൾ ബീഡ്സ് ഒക്കെ കോർക്കാൻ വേണ്ടിയിട്ടാണ്. ചെയിൻ തന്നെ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ബീഡ്സ് ഒക്കെ കോർക്കുമ്പോൾ കൊഴിഞ്ഞു പോകാണ്ടിരിക്കാൻ ഇതായിരിക്കും സേഫ്. ഇനി നമുക്ക് നമ്മുടെ നീഡിൽ എങ്ങനെ പിടിക്കുക പഠിക്കാം. ഈ 4 വിരലിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണ് പിടിക്കേണ്ടത്. പിന്നെ ഇതിനെങ്ങനെ തിരിക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ കുത്താൻ പഠിക്കണം. ഈ തിരിക്കാൻ പഠിക്കുന്നത് എന്തിനാ വെച്ചാൽ അത് നമ്മൾ ചെയിൻ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നൂലിൽ കെട്ടിട്ടിട്ട് ഇതുപോലെ നമ്മുടെ വിരലിൽ പിടിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിങ്ങിൽ കുടുക്കിടുന്നത് എന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മുടെ തുണിയുടെ ബാക്കിൽ ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ചെയിൻ സ്റ്റിച്ചിങ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ കുടുക്കൊന്ന് അവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് വേണം. നമ്മുടെ ആ സൂചിയുടെ ഇങ്ങനെ ഒരു കുളത്ത് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ഭാഗത്തേക്കായിരിക്കും ആദ്യം. പിന്നെ നമ്മളിത് ഉള്ളിലോട്ട് ഇട്ടിട്ട് പുറത്തേക്ക് വലിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആ സൂചിനെ പിടിക്കണം. അതിനാണ് ഞാൻ ആ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണ മാതിരി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇതേ പ്രോസസ്സ് ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇത് നിങ്ങളൊരു 2-3-4 പ്രാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിത് വലിയ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നൊക്കെ ഉണ്ട്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് നമ്മൾ എങ്ങനെ ഇത് കുടുക്കിടുന്നത്, ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിന് ഫിക്സ് ചെയ്യണ്ടേ, അതാണ് ഇത് കാണിക്കുന്നത്. നമ്മളെ സാധാ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അവസാനത്തെ ആ ഒരു യു ഷേപ്പിനെ ആദ്യത്തെ ഷേപ്പിന്റെ ഉള്ളിൽ കൂടെ കൊളുത്തി വലിക്കണം. എനിക്കിതെങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല. നിങ്ങളൊന്ന് 2 പ്രാവശ്യം കണ്ടു നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ ചെയിൻ സ്റ്റിച്ചിങ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ.